ഹലോ. ഇടുക്കി മൂലമറ്റത്ത് മകന്റെ വെട്ടേറ്റ് പിതാവ് മരിച്ചു. ചേറാടി സ്വദേശി കുമാരനാണ് മരിച്ചത്. ഗുരുതരാവസ്ഥയിലായ മാതാവ് തങ്കമ്മയെ ചികിത്സക്കായി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. വിശദാംശങ്ങൾ നൽകാൻ വിവരങ്ങളുമായി ബിനീഷ് ആന്റണി ചേരുന്നുണ്ട്. ബിനീഷ്, ഇതെപ്പോഴാണ് കൊലപാതകം നടന്നത്? കൊലപാതകത്തിന്റെ കാരണം വ്യക്തമായിട്ടുണ്ടോ? അതുപോലെ തന്നെ ഈ മാതാവിനും പരിക്കേറ്റു എന്ന് അറിയുന്നുണ്ടല്ലോ. ഗുരുതരമാണോ പരിക്ക്? ശ്രുതി, രാവിലെ 9 മണിയോടെയാണ് നാട്ടുകാർ തന്നെ വിവരം അറിയുന്നത്. എന്നാൽ നാട്ടുകാർ വീട്ടിലേക്ക് പോകാതെ തന്നെ ഈ വളരെ കുടുംബ വഴക്കാന്ന് പറഞ്ഞ് തന്നെ നാട്ടുകാർ ഉടനെ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. ഉടനെ പോലീസും നാട്ടുകാരും ഈ വീട്ടിലെത്തിയപ്പോഴാണ് വളരെ ദാരുണമായ സംഭവം കണ്ടത്. ഈ മൂലമറ്റം ചേറാടി കിരിയാനിക്കൽ കുമാരൻ 60 മരിച്ചത്. ഗുരുതരാവസ്ഥയിലായ ഭാര്യ തങ്കമ്മ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് ഇവർക്കും. ഈ മകൻ അജീഷാണ് ഇത്തരത്തിൽ ഇവരെ വെട്ടിപ്പരിക്കേൽപ്പിച്ചത്, അല്ലെങ്കിൽ ഇവരെ പിതാവിനെയും കൊന്ന് അമ്മേനെ വെട്ടിപ്പരിക്കേൽപ്പിച്ചതെന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. കുടുംബ വഴക്കാണെന്നാണ് നിലവിൽ നമുക്ക് പോലീസിൽ നിന്ന് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ഏതായാലും പോലീസ് സ്ഥലത്തെത്തി അജീഷിനായുള്ള തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. ഈ പ്രദേശവാസികൾ പറയുന്നത് അജീഷ് മദ്യപിക്കുമെങ്കിലും അത്തരത്തിലൊരു പ്രശ്നക്കാരനല്ല, എന്നാലും എന്താണ് ഇതിനുള്ള കാരണം എന്നും അവർക്കും അറിയാൻ സാധിക്കുന്നത്. ഏതായാലും കുടുംബ വഴക്ക് തന്നെയാണെന്നാണ് പോലീസും നൽകുന്ന വിവരം. ഏതായാലും അജീഷിനായുള്ള തിരച്ചിൽ തുടരുകയാണ്. ശ്രുതി, വ്യക്തമാണ്. ഇടുക്കി മൂലമറ്റത്താണ് മകന്റെ വെട്ടേറ്റ് പിതാവ് മരിച്ചത്. ചേറാടി സ്വദേശി കുമാരനാണ് മരിച്ചത്. കുടുംബ വഴക്കാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതാണ് പ്രാഥമിക നിഗമനം. ഇപ്പോൾ മകനായുള്ള പോലീസ് തിരച്ചിൽ തുടരുകയാണ്. മകൻ സ്ഥലത്തു നിന്നും രക്ഷപ്പെട്ടു എന്നാണ് അറിയാൻ കഴിയുന്നത്. പരിക്കേറ്റ മാതാവിനെ ആശുപത്രിയിൽ ചികിത്സയ്ക്കായി പ്രവേശിപ്പിച്ചിട്ടുണ്ട്. വിവരങ്ങളാണ് ബിനീഷ് ആന്റണി നൽകിയത്.